നമസ്കാരം. പൂയം നക്ഷത്ര ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുമായി അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്ന് മാത്രമല്ല, സുഹൃത്ത് സഹായം തേടേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിച്ച് ഈ വാരാന്ത്യത്തിൽ ജന്മനാട്ടിലേക്ക് ഓണാഘോഷത്തിനായിട്ട് ദൂരയാത്ര പുറപ്പെടുവാനിടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റി തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗമുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഉദര നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിട വരും. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.